വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗ് ആയിട്ടാണ്. പക്ഷേ ഈ ഒരു വ്ളോഗിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. വേറെ ഒന്നുമല്ല, നാളെ നമ്മുടെ ഫോട്ടോഷൂട്ടാണ്. അതായത് നമ്മൾ കുറേ നാൾ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മെറ്റേണിറ്റി ഷൂട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് നാളേക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഞാൻ വെച്ചത് ഒരു ഈവനിങ് വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ കമ്മലും മാലൊന്നും ഇടാത്തത് വേറെ ഒന്നുമല്ല ഗൈസ്. ഞങ്ങൾ മുടി ഒന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, റെഡി ആണോ എന്നൊന്നും. അതായത് ഞങ്ങൾ തൃശ്ശൂർ പോയിട്ട് ഇന്ന് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ വന്നേ ഉള്ളൂ. വയ്യാന്ന് പറഞ്ഞാൽ അത്രയും വയ്യ. കാരണം വണ്ടിയിൽ പോയി വന്നു കഴിഞ്ഞാൽ ഒട്ടും വയ്യാണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഊരി വെച്ചിട്ട് അങ്ങനെ കിടക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വന്ന് വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഫോട്ടോഷൂട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു ഡ്രസ്സ് നമ്മൾ വിചാരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു വൈറ്റ് മെറ്റീരിയൽ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉടുപ്പ് പോലെ തയ്ക്കാൻ. പക്ഷേ അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ടായിട്ട് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഉടുപ്പ് ക്യാൻസൽ ചെയ്ത് നമ്മൾ ചുരിദാർ തയ്ച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാധാ ഒരു ചുരിദാർ പോലത്തെ ഒരു ഇതാണ്, ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റാണ് തയ്ച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ വെളിച്ചം നോക്കിയിട്ട് ഇവിടെ വന്നിരുന്നതാണ് കേട്ടോ. എന്തായാലും വേറെ വളക്കാപ്പ് അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ വിചാരിച്ച് കുറച്ച് വളയും കൂടി വാങ്ങിയിട്ട്, എന്തായാലും എൻ്റെ 3 ഫ്രണ്ട്സ് വരുന്നുണ്ട്. പിന്നെ വീട്ടിൽ അതായത് അമ്മയും ചേട്ടനും അനിയനും ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ജസ്റ്റ് വെറുതെ ഒരു ഫോട്ടോഷൂട്ട് പോലെ പ്ലാൻ ചെയ്തിട്ട് ലാസ്റ്റ് ആയപ്പോൾ ഇങ്ങനെ ഓരോന്ന് കയറി വന്നതാണ് കേട്ടോ. അല്ലാണ്ട് മുന്നേ പ്ലാൻ ചെയ്തതൊന്നുമല്ല. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ വള വാങ്ങിച്ചിട്ട് ജസ്റ്റ് വള ഇടുന്ന പോലെ, അപ്പോൾ കുറച്ച് വളയൊക്കെ കയ്യിലിട്ടിട്ട് അങ്ങനെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക, എന്തായാലും സാരിയിൽ എടുക്കണതല്ലേ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇരിക്കണത്. ഇപ്പോൾ നാളെ ഇതൊക്കെ എന്താവും എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. പിന്നെ നാളത്തെ ഫുൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു വൈറ്റ് ഡ്രസ്സിന് ഞാൻ മാല ഇടാണ്ട് വലിയ ഹെവി ആയിട്ടുള്ള കമ്മൽ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി വാങ്ങിയിട്ടുള്ളത് എന്നൊക്കെ ഞാൻ കുട്ടി സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് സാരി സെറ്റ് ചെയ്യണം, പിന്നെ ഡ്രസ്സ് കാണിച്ചു തരാം, ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. പിന്നെ നമ്മുടെ ആ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ വ്ളോഗിനും ഡേ ഇൻ മൈ ലൈഫിനും വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക, എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇവിടെ ഫോൺ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ട്രൈപോഡൊന്നും എടുത്തുകൊണ്ടിരുന്നില്ല. ഞാൻ ഈ ജനലേമ തന്നെ ചാരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കമ്മൽ, ഒരു കമ്മൽ കണ്ട. അപ്പോൾ ഇതിന് ഇത്ര വലിയ കമ്മലായതുകൊണ്ട് തന്നെ മാലയുടെ ആവശ്യമില്ലല്ലോ, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് ഇത്രയും വലിയൊരു കമ്മൽ, പിന്നെ ഒന്ന് കുറച്ചും കൂടി വലുതാണ്. എനിക്കത് വലിയ കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം വലിയ കമ്മലാവണ സമയത്ത് നമുക്ക് മാലയുടെ ആവശ്യം വരുന്നില്ലല്ലോ. കാരണം ആ ഒരു വൈറ്റ് ഡ്രസ്സ് ഞാൻ എടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് നീങ്ങിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല, ഡ്രസ്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അടുത്തേക്ക് വന്ന് കാണാൻ പറ്റില്ല, എനിക്ക് ട്രൈപോഡൊന്നും എടുക്കാൻ വയ്യ ഗൈസ്. അപ്പോൾ നമ്മൾ 10 മീറ്റർ തുണി കൊടുത്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ തയ്ക്കാൻ. പക്ഷെ അവർ തയ്ച്ച് വന്നപ്പോൾ പകുതി മുക്കാൽ തുണിയും അതിൽ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് തുണി അങ്ങനെ തന്നെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നീളത്തിലുള്ള തുണിയായിരുന്നു, വീതിക്കുള്ള തുണിയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്പറിലാക്കിട്ട് തയ്ക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞെറി വെച്ചിട്ട് അങ്ങനെ തയ്ക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ നമുക്ക് തയ്ച്ച് കിട്ടിയപ്പോൾ ഇങ്ങനെയാണ്. അതായത് പ്ലെയിനായിട്ട് വലിയ വിരിവൊന്നുമില്ലാണ്ട് അങ്ങനെ പ്ലെയിനായിട്ടുള്ള ഒരു സംഭവമായിപ്പോയി. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ കുഴപ്പമില്ല, കാരണം നമുക്ക് എന്തായാലും ഇങ്ങനെ തയ്ച്ച് കിട്ടി. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഭംഗിയായിട്ട് ആക്കാന്നുള്ളത് ചിന്തിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഇത് ഇങ്ങനെ കാണിച്ചു തരാം. കണ്ട ഗൈസ്, ഇങ്ങനത്തെ ഒരു സാധാരണ ഒരു ചുരിദാർ പോലത്തെ ഒരു ഇതാണ് കേട്ടോ, പ്ലെയിൻ ആയിട്ടുള്ളതാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. കണ്ട നമ്മുടെ ഒരു ഡ്രസ്സ്, അതായത് മെയിനായിട്ട് വിചാരിച്ച ഡ്രസ്സ് ഇതാണ്. പക്ഷെ നമ്മൾ രാവിലെ തന്നെ സാരിയാണ് ഉടുക്കണത്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് മടക്കി വയ്ക്കാം. പിന്നെ സാരി എൻ്റെ കല്യാണത്തിന് സാരി തന്നെയാണ്. ഇത് നമുക്ക് ഇന്ന് തേച്ച് വെക്കണം. വയ്യ, എന്നാലും എന്താ പറയുക, തേച്ച് ഞൊറിയൊക്കെ പ്ലീറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അതൊക്കെ ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ ഇതും കൂടെ വയ്ക്കാം. പിന്നെ നമ്മൾ വേറൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. വേറെ ഒന്നുമല്ല, ഇത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് വാങ്ങണമെന്ന്. പക്ഷേ നടക്കുമെന്ന് അറിയേണ്ടതില്ല, സമ്മതിക്കുമെന്ന് അറിയേണ്ടതില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്. വേറെ ഒന്നുമില്ല കേട്ടോ. കുഞ്ഞു ഷൂ. ഇത് ബോയ് ആണെങ്കിൽ
അങ്ങനെ നമ്മൾ എടുക്കില്ലേ, അതായത് ബോയിൻ്റെ എടുക്കും ഗേളിൻ്റെ എടുക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ അന്ന് ഏത് ബേബിയാണ് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അനുസരിച്ചിട്ടുള്ള ഫോട്ടോ ആണല്ലോ നമ്മൾ സ്റ്റോറിയൊക്കെ ഇടുക. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യാറ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു ബോയ്, അപ്പോൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞിലിയുടെ പോലത്തെ ഒരു കുഞ്ഞൊരു സൂ വന്നിട്ടുണ്ട് കണ്ട. അപ്പോൾ നമുക്കിങ്ങനെ വെച്ച് ഫോട്ടോ എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഗേളിന് വേണ്ടിയിട്ട് ശ്വാസം മുട്ടണം. പിന്നെ ഗേളിന് വേണ്ടത് കുഞ്ഞൊരു പിങ്ക് കളറുള്ള ഒരു ഷൂ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഇത് ഫോട്ടോ എടുക്കുമല്ലോ നമ്മൾ, അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് തൃശ്ശൂർ പോയപ്പോഴത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, പേടിക്കേണ്ട, ആരും പേടിക്കേണ്ട. കാരണം അതൊന്നും എടുക്കാൻ എനിക്ക് വയ്യായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ കയറി ഇറങ്ങി എടുക്കുമ്പോൾ എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല കേട്ടോ, ഒന്നാമത് വയ്യ. അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ നേരം വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്നെ ഇതുവരെ കണ്ടുപരിചയമില്ലാത്ത, അതായത് നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ബോറടിച്ച് അവർ പോയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ എന്നെ അറിയുന്നവരൊക്കെയായിരിക്കും ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഫുള്ളായിട്ടൊക്കെ കാണുള്ളായിരിക്കും. അപ്പോൾ എന്തായാലും എനിക്കും പിന്നീട് കാണാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതുകൊണ്ട് ആരും കണ്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ നാളത്തെ നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോയും ഫുൾ വീഡിയോ, അതായത് ഡേ ഇൻ മൈ ലൈഫും ഒക്കെ നമ്മുടെ ചാനൽ വരുന്നതാണ്. എനിക്ക് പിന്നീട് എടുത്ത് കാണേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ ഉണ്ടല്ലോ വൈറ്റ് കളർ ക്ലിപ്പേ ഇല്ല, അല്ലെങ്കിൽ നല്ല മോഡലിൽ അങ്ങനെയൊക്കെ നല്ല ഇതിൽ കാണാറുണ്ട് ഞാൻ. പക്ഷേ ഇപ്പം ഞാൻ തൽക്കാലം വാങ്ങിയിട്ടുള്ള ഒരു കടയിൽ നിന്ന് ഇതാണ് കേട്ടോ. ഇതെന്തിനാ വെച്ചാൽ ഇങ്ങനെ കുത്താൻ വേണ്ടിയിട്ടല്ല, വൈറ്റ് കളറുള്ള എന്തെങ്കിലും ഒരു ക്ലിപ്പ് കിട്ടുമെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. കാരണം ഈ വൈറ്റ് തുണി വെക്കുമ്പോൾ വേറെ എന്തെങ്കിലും കളറാണെങ്കിൽ അതിങ്ങനെ എടുത്തറിയില്ല. അപ്പോൾ അതറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കുന്ത്രാണ്ടം വൈറ്റ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വൈറ്റ് ഒരെണ്ണം എടുത്തതാണ്. അപ്പോൾ എന്താ ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പീസ് വെട്ടിയെടുക്കണം, ത്രികോണം, അതായത് ട്രയാങ്കിളായിട്ട് വെട്ടിയെടുത്തിട്ട് നമ്മളതിങ്ങനെ വെക്കില്ലേ, അങ്ങനെ വെച്ച് നോക്കാനാണ് ഞാനിപ്പോൾ ഇത് വെട്ടട്ടെ കേട്ടോ. അത് ഞങ്ങൾക്ക് അത്രയും എടുത്തത് ഒന്നും എടുത്തോളം പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പീസാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ ട്രയാങ്കിളാക്കി മടക്കിയിട്ട് വെട്ടിയെന്നുള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു പീസ് ഇവിടെ കുറച്ച് വെള്ളങ്കോലാണ്, പക്ഷെ അത് കുഴപ്പമില്ല, ഒട്ടും കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇടുമ്പോൾ അപ്പോൾ നമുക്ക് തലയിൽ വെക്കാൻ ഒരു സാധനമായില്ലോ, ഇങ്ങനത്തെ ഒരു ബോ പോലെ. ഇത് വേണമെങ്കിൽ തയ്ക്കാട്ടോ നമുക്ക്. ഇവിടെ വൈറ്റ് ക്ലിപ്പ് ഇവിടെ അല്ല, വൈറ്റ് ക്ലിപ്പ് തലയിൽ. അയ്യോ, ഇത് എപ്പോഴും ഉണ്ടാവാറില്ലേ, നിങ്ങൾക്ക് ഉണ്ടാവാറില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ബോ പോലെ ഇത് തയ്ക്കാം, വേണമെന്നുണ്ടെങ്കിൽ തയ്ക്കാം. ഞാൻ തയ്ക്കണമൊന്നുമില്ല, എനിക്ക് ഇനി വയ്യ തയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ക്ലിപ്പ് കൊണ്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അതിലിങ്ങനെ ഒപ്പിച്ചിങ്ങനെ നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് കാണിച്ചു തരാം. അഴിച്ചായിരിക്കും മുടിയിട്ടാ വലുതാണത്, കുറച്ച് വലുതാണോന്ന് സംശയമുണ്ട്. മുടിയുടെ കാര്യത്തിലും നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാരി തേച്ച് വെക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ബ്ലൗസ് കുറച്ച് ടൈറ്റാണ്, അപ്പോൾ അത് നാളെ സെറ്റ് ചെയ്യാണ്. സൈഡ് അടിച്ചിട്ട് അഴിച്ചാൽ മതി. പക്ഷെ ഇത് നാളെ സെറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാണല്ലോ നല്ല സീനാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇപ്പം തന്നെ ഞെറി പിടിച്ചിട്ട് നമുക്ക് തേച്ച് വെക്കാം. അപ്പോൾ ഇതുപോലെ ഇത് എങ്ങനെ ചെയ്യാമെന്നൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ പ്രൊഫഷണൽ സാരി ഡ്രൈപ്പറാണ് ഞാൻ, അല്ല കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഗൈസ് ഞാൻ സാരി ഞെറി പിടിച്ച് വെക്കണം. അതായത് തലഭാഗം മാത്രമാണ് ഞെറി പിടിച്ച് വെക്കുന്നുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്രണ്ടിലത്തെ പ്ലീറ്റ് അതൊക്കെ ഞെറി പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രൊഫഷണൽ ആവണം. എനിക്ക് അങ്ങനെ അറിയൊന്നുമില്ല കാര്യമായിട്ട്. പിന്നെ ഞാൻ തേക്കണമില്ല, കാരണം എനിക്ക് ഇരുന്ന് തേക്കാൻ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. നല്ല ക്ഷീണം വയ്യാണ്ടായിട്ടാണ് ഞാൻ നിൽക്കണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഞാൻ തലഭാഗം മാത്രം ഇതേപോലെ ഞെറി പിടിച്ചിട്ട് സൂചി ഇങ്ങനെ നിരത്തി കുത്തി വെച്ചു. അപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് തേക്കി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ നിരത്തി സൂചി കുത്തി വെച്ചിട്ട്, കാരണം ഇത് ആക്കാനാണ് കുറച്ച് പാട്. അപ്പോൾ ഇത് നമ്മൾ സാരി എടുക്കുന്ന ടൈമിൽ ഇത് പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലോണം ടൈം പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു തല മാത്രം പിടിച്ചിട്ട് ബാക്കി എല്ലാ ഭാഗങ്ങളും അങ്ങനെ തന്നെ മടക്കി ഒതുക്കി അങ്ങോട്ട് നീക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടും അറിയാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തല മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ച് വെച്ചാൽ മതി ഗൈസ്. നമുക്ക് വേഗം എടുക്കാനൊക്കെ ആയിട്ട് പറ്റും, ഈസിയാണ്. അത് കഴിഞ്ഞ് പിന്നെ അമ്മ വൈകുന്നേരം കടയിൽ പോയി വന്നപ്പോഴാണ് വള വാങ്ങിയത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നാണ് ഞാൻ എല്ലാ പ്ലാനിങ്ങും ഒക്കെ വന്നത്. അന്ന് വളയും കൂടി ഇട്ടിട്ട് എടുക്കാം അങ്ങനത്തെ ഒരു സംഭവം വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട്
അമ്മ വൈകുന്നേരം കടയിൽ പോയി വന്നപ്പോഴാണ് വളയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഫുള്ളിങ്ങനെ മിക്സാക്കി വെക്കുകയാണ് കേട്ടോ. എല്ലാ കളേഴ്സും കുറേ കളറുകളൊക്കെ ഉണ്ട്. പ്ലെയിൻ കുപ്പികളാണ് ശരിക്കും ഇങ്ങനെ കണ്ടേക്കണമെന്ന് തോന്നുന്നത്, പക്ഷേ അത് കിട്ടിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ ഗിൽറ്റൊക്കെ ഉള്ള അങ്ങനത്തെ അതായാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മിക്സാക്കിയിട്ട് ഞാൻ വെക്കുകയാണ് കേട്ടോ നാളേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഇതിലൊന്നുമല്ല, എന്നാലും ഇങ്ങനെ മിക്സാക്കിയിട്ട് ഒരു ചരടയിൽ ഇങ്ങനെ കെട്ടി വെച്ചു, കാരണം ഇങ്ങനെ അലമ്പായിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി. പിന്നെ എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് പറയുക, ഞാനിങ്ങനെ നാളേക്ക് ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നിട്ട് പകുതി സാധനങ്ങൾ എടുക്കാൻ മറന്ന് പോട്ടാ. കുറേ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും, അങ്ങനെ കുറേ വട്ടയ്ക്ക് അബദ്ധം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സ് എടുത്തിട്ട് അതിനകത്തേക്ക് ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചു. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ബോക്സ് എടുക്കുമ്പോൾ അത് ഒന്നും മറക്കില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ക്ലിപ്പ്, ആ ഒരു തലയിൽ കുത്തുന്ന സാധനമില്ലേ, അത് വെച്ചു. പിന്നെ കമ്മൽ വെച്ചു, 2 കമ്മലും വെച്ചെങ്കിലും എന്താ പറയുക, ഏതെങ്കിലും ഒന്നാണ് ഞാൻ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അതിന് പിന്നെ വളയും വെച്ചു. പിന്നെ ഞാൻ എൻ്റെ അലമാരിൽ എത്തിയപ്പോഴാണ് ഈ ഒരു കെട്ടുമുടി കണ്ടത്. അതായത് എൻ്റെ ഡാൻസിൻ്റെ പണ്ടത്തെയാണ് ഇട്ടത്. ഇത് കാണുന്നുണ്ടെങ്കിൽ നടന്നിട്ട് സാരി ഒക്കെ സമയത്ത് ഹെയർ സ്റ്റൈലാണെങ്കിൽ ഇത് വെച്ച് ചെയ്യാമെന്നൊക്കെ അങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ അപ്പം തന്നെ വേണ്ടാന്ന് വെച്ചു കേട്ടോ. ബസ് ഇപ്പോൾ ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട്, നല്ല സൗണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം ഫാനിൻ്റെ. അപ്പോൾ ഞാൻ മൈലാഞ്ചി ഇടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ആദ്യം നിറച്ചിങ്ങനെ ഇടണോ അതോ വട്ടത്തിൽ അങ്ങനെ ഇടില്ലേ നമ്മൾ ഡാൻസിനൊക്കെ ഇടില്ലേ, അങ്ങനെ ഇടണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ നോക്കിയിട്ട് ഇടാന്നിട്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ ഈ ഒരു ഫോൺ മാത്രമേ എൻ്റെ ഉള്ളൂ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് മൈലാഞ്ചി ഇടാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. മൈലാഞ്ചി ഇട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ കുറേ നേരം കുത്തിരുന്ന് ഞാൻ മൈലാഞ്ചി ഫുള്ളിട്ടിട്ടുണ്ട്. ഇനി ആ ഒരു മോൾ ഭാഗത്ത് ആ ഒരു വിരലിൻ്റെ ഇങ്ങനെ അറ്റത്തുണ്ടല്ലോ തൊപ്പി പോലെ ഇങ്ങനെ വെക്കില്ല, അങ്ങനെയും കൂടി ഇടണം കേട്ടോ. എനിക്ക് വയ്യാണ്ടായി ഇതിട്ട് കഴിഞ്ഞപ്പോഴേക്കും, കാരണം ഒന്നാമത്തെ കേസ് ക്ഷമ എന്ന് പറഞ്ഞ സാധനമില്ല, പിന്നെ എനിക്ക് അറിയൂല കാര്യമായിട്ട് ഇടാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂട്യൂബ് നോക്കി അതുപോലൊക്കെ ഇടാൻ നോക്കിയെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. എന്നാലും വലിയ അറിയണ ആൾക്കാരൊന്നും തന്നെ ഓടിക്കരുത്, എന്താ പറയുക, ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് നിറച്ച് വേണമെന്നുള്ളൊരു ഇതിലിട്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒട്ടും വയ്യാണ്ടായി, കാരണം കുറേ നേരം ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇരുന്നു. പിന്നെ രാവിലെ തൊട്ട് തൃശ്ശൂർ പോയതിൻ്റെയും ഒക്കെ തന്നെ ഒരു വയ്യായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ എന്തായാലും നാളെ എന്താവും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഞാൻ വല്ലാണ്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഐഡിയയും മനസ്സിൽ വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നന്നാവും എന്നൊക്കെ അങ്ങനത്തെ ഒരു മൈൻഡിലൊക്കെയാണ് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ കുഞ്ഞു ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്തോളൂ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.